പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വത്തെഴുതി വാങ്ങിയ ശേഷം വയോധികനായ ബന്ധുവിനെ ഉപേക്ഷിച്ചതായി പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവ് സുമേഷിന്റെ ബന്ധു സോമനെ ഇന്നലെ വീട്ടിൽ പുഴുവരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തിയാണ് സോമനെ രക്ഷപ്പെടുത്തിയത്. സംഭവത്തിൽ ആദ്യം സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രമോദിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. രണ്ടുകാലം പുഴുവരിച്ച് പട്ടിണിയായി മൃതപ്രായനായി കിടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ മൂഴിയാർ CI, മൂഴിയാർ SI, പഞ്ചായത്ത് സമിതി ഞാൻ ഉൾപ്പെടെയുള്ള ആൾ സുമേഷിനോട് ബന്ധപ്പെട്ടിരുന്നു. ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഈ ബോഡി ശവശരീരം പറയാൻ കഴിയും ആ ഒരു അവസ്ഥയിലാണ്. മൃതപ്രായനായ ഈ മനുഷ്യനെ എടുത്ത് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് പൊതുപ്രവർത്തനം. കോന്നി നിയോജകമണ്ഡലത്തിന്റെ നേതാവാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് അടിയന്തരമായി പോലീസ് ഇക്കാര്യത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടെ കേസെടുക്കണം. വഴിമാറ്റുള്ള സ്വത്ത് തിരിച്ചെടുക്കി കൊടുക്കണം. ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. തീർച്ചയായും സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. സുജു, ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് അത്തരത്തിൽ വയോധികനെ ദ്രോഹിക്കുന്നു, അയാളുടെ സ്വത്തെഴുതി വാങ്ങിയ ശേഷം. ഒടുവിൽ ആ വയോധികനെ രക്ഷിക്കുന്നത് ഡിവൈഎഫ്ഐ എത്തിയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? തീർച്ചയായിട്ടും അത്തരമൊരു സംഭവം നടന്നിട്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളും അതുപോലെ ഇപ്പോൾ കേട്ട പ്രതികരണം സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രമോദിന്റെ പ്രതികരണമാണ്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെയാണ് ഇത്തരം സോമൻ എന്ന് പറഞ്ഞ വയോധികനെ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തുന്ന വിവരം ലഭിക്കുന്നത്. സ്ഥലത്ത് PR പ്രമോദ് സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തുന്നു. പിന്നീട് ഈ മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തുന്ന എല്ലാം പരാജയപ്പെടുന്ന ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പെരുന്നാട് ബ്ലോക്ക് കമ്മിറ്റിയിലെ പ്രവർത്തകരെത്തി ആ വയോധികനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുന്നു. മികച്ച ചികിത്സ ഉറപ്പാക്കുന്നു. ഇതെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആൾക്കാർ വയോധികനാണെന്നും അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരു മൃതപ്രായനായ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ ഇതിലാണ് യൂത്ത് കോൺഗ്രസ് കോന്നിയിലെ നേതാവ് സുമേഷിനെതിരെ ആരോപണം ഉയരുന്നത്. സുമേഷിന്റെ പിതാവിന്റെ ജ്യേഷ്ഠനാണ്. അങ്ങനെ ഈ ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് സ്വത്ത് അടിച്ചു മാറ്റിയ ശേഷം ഈ വീട്ടിലെ ഷെഡിൽ ഉപേക്ഷിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നത്. സുമേഷ് ഈ പരാതി നിരസിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ വിഷയമാണ്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അജിംഷാദ്. ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിൽ ഒരു വയോധികൻ എങ്ങനെയാണ് പുഴുവരിച്ച നിലയിൽ വീടിന്റെ ഷെഡിനുള്ളിൽ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെ കഴിയേണ്ട വന്നത്? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആളുകൾ പരിഹരിച്ചില്ല എന്ന ചോദ്യമുണ്ട്. ഈ സ്വത്തിന്റെ കാര്യം മാറ്റി നിർത്തിയാലും ആ ദാരുണമായ സംഭവം അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഏത് ഘട്ടത്തിൽ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ഈ സ്വത്തടിച്ചതുമായി തർക്കവുമായി ബന്ധപ്പെട്ട കാര്യം. അങ്ങനെയുണ്ടെങ്കിൽ അതും ഗുരുതര ആരോപണമാണ്. അടുത്ത ബന്ധുവിന്റെ സ്വത്ത് അടിച്ചു മാറ്റിയ ശേഷം ഉപേക്ഷിക്കുക എന്നുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ കേസെടുക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭത്തിൽ കൂടിയാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേവലം പ്രക്ഷോഭം നടത്തുകയല്ല, രാഷ്ട്രീയ മുതലെടുപ്പല്ല, പകരം ആ വയോധികനെ കൃത്യമായി ആശുപത്രി പെരുന്നാട് ബ്ലോക്ക് കമ്മിറ്റി എത്തിച്ച ശേഷമാണ് നടപടി എന്നാണ് പെരുന്നാട് ബ്ലോക്ക് കമ്മിറ്റി ഡിവൈഎഫ്ഐ. തീർച്ചയായും അതാണ് വളരെ ശരിയായ കാര്യം. സുജു ടി ബാബു ആണ് ഈ വിഷയത്തിൽ സമഗ്ര വിവരങ്ങൾ നൽകിയത്.